ഹലോ ഗൈസ്, പുതിയൊരു ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുന്ന കാര്യം, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക ഗൈസ്. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒന്ന് ഓർക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ഒടുക്കം എല്ലാം കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഔദ്യോഗികമായി ഒഫീഷ്യലി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇനി വെബ്സൈറ്റുകൾ, മറ്റേ ഇല്ലീഗൽ വെബ്സൈറ്റുകളോ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. യെസ്, ഫുട്ബോൾ ലോകത്തിന്റെ വിശ്വമാമാങ്കമായ ഫിഫ വേൾഡ് കപ്പ് നമുക്കിനി ഇന്ത്യയിൽ തത്സമയം നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. കൃത്യമായ കൺഫർമേഷൻ വന്നിരിക്കുന്നു. C1 HD യുണൈറ്റഡ് സ്പോർട്സ് 1, സ്പോർട്സ് 1 HD, യുണൈറ്റ് സ്പോർട്സ് 2, യുണൈറ്റ് സ്പോർട്സ് HD, ഇങ്ങനെ 4 ചാനലുകളിലായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അത് സംപ്രേഷണം ചെയ്യപ്പെടും 4 ചാനലുകളിലായിട്ട്. അത് C ഗ്രൂപ്പാണ്. നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ C5ന്റെ അതിൻ്റെയൊക്കെ ഓണേഴ്സ് C എന്റർടൈൻമെന്റ്സ്, അവരാണ് ഇതിന്റെ ഓണേഴ്സ്. അവർ പുതിയൊരു ഈ സ്പോർട്സ് ചാനൽ അവർ ലോഞ്ച് ചെയ്യാണ്. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറയുന്നു, 39ഓളം ഫിഫ ഇവന്റുകൾ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 2026 ഫിഫ വേൾഡ് കപ്പ്, 2030 ഫിഫ വേൾഡ് കപ്പ്, 2034 ഫിഫ വേൾഡ് കപ്പ്, 2027 വുമൻസ് വേൾഡ് കപ്പ്, വിവിധ അണ്ടർ കാറ്റഗറി ഫിഫ വേൾഡ് കപ്പ്, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, ഫിഫ ഫുട്സാൽ ടൂർണമെന്റ്സ്, ഇങ്ങനെ പലതിന്റെയും റൈറ്റ്സ് അവർ ഇന്ത്യയിൽ ഏറ്റെടുത്തിരിക്കുന്നു. C5ലൂടെ ആയിരിക്കും നമുക്കിത് OTTയിലൂടെ നമുക്ക് കാണാനാവുക. അപ്പം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും പേടിക്കാനില്ല. ഇനി നമുക്ക് കാത്തിരിപ്പാണ്. ഇനി ഇന്ന് 1 ഇനി വെറും 9 ദിവസങ്ങൾ മാത്രം കാത്തിരിപ്പ്. 4 വർഷങ്ങൾ നമ്മൾ കാത്തിരുന്ന അതേ സാധനത്തിന്. യെസ്, സ്റ്റേ ട്യൂൺ. ഫിഫ വേൾഡ് കപ്പ് നമ്മളുടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പം സ്റ്റേ ട്യൂൺ വിത്ത് C5 or United channels.